അതേപോലെ സ്വാമിജി, ഇപ്പം പ്രായമായവർക്ക് നേരെയുള്ള അക്രമം ഇന്ന് കൂടിക്കൂടി വരികയാണ്. എത്ര വയസ്സായാലും അവരെ കൊല്ലാൻ പോലും ആരും മടിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവരതെങ്ങനെ നേരിടണം? തീർച്ചയായിട്ടും ഇന്ന് ദിവസവും പത്രത്തിൽ കാണുന്ന ഒരു ന്യൂസാണ്. വെട്ടിക്കൊന്നു, അവരുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു, ഒരാളെ റോട്ടിലിട്ടു കൊന്നു, അല്ലെങ്കിൽ ഒരാളെ അവിടെ ഇട്ട് കൊന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ചീഞ്ഞളിഞ്ഞ ശവശരീരം പോലും മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. കാരണം മക്കളൊക്കെ ഒന്ന് സ്റ്റേറ്റ്സിലാണ്, പ്രായമുള്ളവരുടെ ജീവിതം വേറൊരു സ്റ്റേറ്റിലാണ്. രണ്ടുപേരും രണ്ട് സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരു ബോധം വേണ്ടത്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ നിരീക്ഷിക്കുന്ന കുറെ ക്രൂര മനസ്സുകളുണ്ട്. നിങ്ങളതൊന്നും അറിയാതെ പോകരുത്. അന്ധമായ ഭക്തിയാണ് പലർക്കും. എന്നെ കൃഷ്ണൻ നോക്കിക്കോളും, എന്നെ രാമൻ നോക്കിക്കോളും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കുറെയൊക്കെ നാമജപത്തിന്റെ ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റിയാൽ കുറെയൊക്കെ നിങ്ങളുടെ വീടിന് ചുറ്റും പണ്ട് ലക്ഷ്മണൻ വരച്ച ഒരു ലക്ഷ്മണരേഖ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. മനസ്സിലാക്കൂ, നിങ്ങൾ ഒരു കള്ളൻ വീട്ടിൽ കൊല്ലാൻ വരുന്ന സമയത്ത് ആ കൊല്ലണം എന്ന മനസ്ഥിതി വന്ന് ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ ചില ചിന്തകളൊക്കെ അയാൾക്ക് വരുമ്പോൾ ഇയാളെ കൊല്ലണ്ട, ആ ഒരു ചിന്ത വരുമ്പോൾ കൊല്ലാതെ അയാൾ തിരിച്ചു പോവാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് ഈ മനസ്സിന്റെ ശക്തിയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നശിപ്പിക്കാൻ വരുന്നവനെ പോലും മനസ്സിന്റെ ശക്തി കൊണ്ട് തടഞ്ഞു നിർത്താനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അവിടെയാണ് ഈ നാമജപത്തിന്റെയൊക്കെ ശക്തി. നിങ്ങൾ സീതയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. സീതയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന രാവണന്റെ കണ്ണിലേക്ക് നോക്കുന്ന സീത, ആ രാവണൻ അവിടെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിന് ഒരു വേറൊരു വ്യക്തിയെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. ശരീരം കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല, വാർദ്ധക്യമാണ്. പക്ഷെ മനസ്സിന് ശക്തിയുണ്ട്. മനസ്സിന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് താങ്ങി നിർത്താൻ പറ്റും. ഇന്നത്തെ പ്രായമായിട്ടുള്ളവർ വെറും സമ്പത്തിൽ ജീവിച്ച് വൈകുന്നേരമായ സീരിയലും കണ്ട് വേറെ ഒരു നാമജപത്തിന്റെ സംസ്കാരവും ഇല്ല. അങ്ങനെ വെറും ഭൗതികമായി ജീവിച്ച് ഒരു കള്ളൻ വരുന്ന സമയത്ത് എടുക്കടാന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ച് നീ ആരാടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കാത്തിരുത്ത് ഒരു വെട്ടുവെട്ടി അവന്റെ ആ സംസ്കാരം അവൻ കാണിക്കും. നേരെ മറിച്ച് നാമജപത്തിന്റെയൊക്കെ സംസ്കാരത്തിലൂടെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കണ്ണിലേക്ക് നോക്കി നല്ലത് പറയാൻ സാധിച്ചാൽ ഒരു കള്ളനെ പോലും മനം മാറ്റം വരുത്താൻ കഴിയുന്നവരാണ് നമ്മുടെ പ്രായമുള്ളവര്. കള്ളനെ മാറ്റം വരുത്തുന്നതിലല്ല, കള്ളന്റെ കയ്യിലെ ഇരകളായിത്തീരുന്നതിലാണ് ഇന്ന് ഭൂരിപക്ഷം ആളുകളും അവർക്ക് സംഭവിച്ചു പോകുന്നത്. അതിൽ നിന്ന് മാറ്റം വന്ന് കള്ളന്റെ കയ്യിലെ ഇരകളായിത്തീരാതെ കള്ളനെ പോലും മാറ്റം വരുത്തുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രീബുദ്ധനെ കുറിച്ച്. ശ്രീബുദ്ധൻ അങ്കുലിമാലയാകുന്ന അതിക്രൂരന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ക്രൂരതകൾക്കൊക്കെ നിനക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു ശിക്ഷയില്ലാതെ പോകുമോ? നിന്നെ ശിക്ഷിക്കാൻ ആരുമില്ലാതെ പോകുമോ? കാലം നിന്നെ കൈവിടുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഈ ക്രൂരത മതിയോ നിന്റെ ജീവിതത്തിൽ? നീ നിന്റെ മനസ്സിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ചില സത്യങ്ങൾ തൻ്റെ ഉള്ളിൽ തട്ടുമ്പോൾ ആയുധം താഴെ വെച്ച് കാൽക്കൽ വീണുകൊണ്ട് എങ്കിലും അങ്ങനെ ഉയർത്തൂ എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മാനസികമായി ഉയർത്താൻ കഴിവുള്ളവരായിരിക്കണം നമ്മുടെ പ്രായമായിട്ടുള്ളവരുടെ മനസ്ഥിതി. അതുകൊണ്ട് പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സമ്പന്നരായിത്തീരൂ മനസ്സുകൊണ്ട്. വെറും ഭൗതിക സമ്പത്തിന്റെ അഹന്തയിൽ ജീവിക്കാതിരിക്കൂ. മനസ്സിന് ശക്തിയുള്ളവരായിത്തീരൂ. എങ്കിൽ നിങ്ങൾക്കൊരു കള്ളനെ പോലും പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചവരാണ് ഭാരതത്തിലെ മഹാന്മാര്. രത്നാകരനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അജാമിളനെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, എത്രയെത്ര ക്രൂരന്മാരെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഇന്നത്തെ ക്രൂരന്മാരെ മാറ്റാനാണ് നമുക്ക് പ്രയാസം? അതിനുള്ള ധാർമ്മിക ശക്തി നിങ്ങൾ നേടിയെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ സ്വാമിജി, ഇന്നത്തെ കാലത്ത് ഓൾഡ് ഏജ് ഹോമുകൾ കൂടി വരികയാണ്. ഇത് നല്ലതാണോ? എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? ഓൾഡ് ഏജ് ഹോമുകൾ നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് തെറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആധ്യാത്മിക ഒരു കാഴ്ചപ്പാടുള്ള ഓൾഡ് ഏജ് ഹോമുകൾ നല്ലതാണ്. വെറും ഭക്ഷണം കൊടുക്കാനും കിടന്നുറക്കാനും TV കാണിപ്പിക്കാനുള്ള ഓൾഡ് ഏജ് ഹോമുകളൊക്കെ നിങ്ങളെ അധപ്പതനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്നത് മാനസികമായി നിങ്ങളെ എൻഗേജ്ഡ് ആക്കുന്ന, മാനസികമായി നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ സത്തയിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ഈശ്വരനാക്കി മാറ്റുന്ന, നിങ്ങളിലെ ഈശ്വരത്വത്തെ കാണിക്കുന്ന അത്തരം സംസ്കാരം തരുന്ന ഓൾഡ് ഏജ് ഹോമുകൾ നല്ലതാണ്. നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളെ ഈശ്വരത്വത്തിലേക്ക് പരിവർത്തനം വരുത്തുന്ന, നല്ല സത്ചിന്തകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, സത്കൂട്ടുകെട്ടുകളുള്ള അത്തരത്തിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ, ആധ്യാത്മിക സംസ്കാരമുള്ള ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഉന്നതിക്ക് അത് സഹായം ചെയ്യും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളുമാണ്.